ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലുള്ള വർണ്ണം ഹോം സ്റ്റേയിലാണ്. എന്റെ മോനും ഫാമിലി ഇങ്ങനെ വയനാട്ടിലേക്ക് അവന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകുന്നതാണ്. അവര് നെതർലാൻഡിൽ നിന്ന് വന്നേക്കണേണ്. അപ്പൊ നിമ്മിയും ശ്രീനാഥുമാണ്. അപ്പൊ അവരിങ്ങനെ പോന്നപ്പോൾ ഞങ്ങളെ കൂടെ വിളിച്ച്, എന്നാ നമ്മള് വയനാടല്ലേ പോന്നു കളയാന്ന് വിചാരിച്ചിട്ട് നമ്മള് ഒന്നിച്ച് പോകുന്നു. ഞങ്ങള് എറണാകുളത്ത് നിന്ന് ഫ്രൈഡേ 7 മണിക്കാണ് പുറപ്പെട്ടത്. ഞങ്ങള് മണ്ണൂത്തിന്ന് പെരിന്തൽമണ്ണ മഞ്ചേരി റൂട്ടിൽ കയറി, കാരണം അവിടെ പണി നടക്കണായിരുന്നു. അങ്ങനെ പോന്ന് അതിന്റെ ഇടയിൽ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്, അതുകൂടാതെ നമ്മള് ഹെയർ പിൻ കയറാൻ വേണ്ടി വന്നപ്പോൾ 2 മണിയായി. അപ്പൊ ഇനി ഹെയർ പിൻ കയറി കഴിഞ്ഞാൽ പിന്നെ കുറെ സമയം പോകുമെന്ന് വെച്ചിട്ട് ഞങ്ങള് അതിന്റെ താഴ്വാരത്ത് നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ സിൽവർ സ്പൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ കണ്ടായിരുന്നു. അപ്പൊ സിൽവർ സ്പൂൺ ഞാൻ തൃശ്ശൂരിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. നല്ല നല്ല കിടിലൻ ബിരിയാണിയൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് ചിക്കൻ ബിരിയാണി, തേങ്ങ കൊത്തിട്ടുള്ള ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, മീൻ പൊള്ളിച്ചുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്റെ വൈഫ് വെജിറ്റേറിയൻ ആണ്, നോമ്പെടുക്കണം കൊണ്ടിട്ട്. അപ്പൊ അവര് ഇതേപോലെ തന്നെ പൊറോട്ടയും മഷ്റൂം കറിയായിരുന്നു ഉപയോഗിച്ചത്. അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു. അപ്പൊ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങള് നേരെ ഹെയർ പിൻ കയറാനായിട്ട് തുടങ്ങി. അപ്പൊ ഹെയർ പിന്നിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മള് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു അവിടെ. അപ്പൊ സാധാരണ നമ്മള് റോഡൊക്കെ നല്ല അടിപൊളിയാണ്, ഭയങ്കര വീതിയൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കാരണം പോരാനായിട്ട് കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മള് അവിടെ നിറയെ കുരങ്ങന്മാരെ കാണുന്നത്. അപ്പൊ നമ്മുടെ കൊച്ചുമോക്ക് കുരങ്ങന്മാരെ കാണിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോ അതിന് പകരം നിറയെ പോലീസുകാരായിരുന്നു. അപ്പൊ അവിടെ എന്താണ് ഈ പോലീസുകാരെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ അപ്പൊ ഈ കുറെ ബ്ലോക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ഏതാണ്ട് ഒരു അരമണിക്കൂറോളം ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ പൊക്കത്തെത്തിയത്. അവിടെ അന്ന് പ്രിയങ്ക ഗാന്ധി വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടിട്ടാണ് ആ തിരക്ക് വരാൻ കാര്യം. അങ്ങനെ ഞങ്ങള് ഏതാണ്ട് ഒരു 4 മണിയോടുകൂടി കുറുക്കൻമൂല എന്ന സ്ഥലത്താണ് നിമ്മിയുടെ വീട്. അപ്പൊ കുറുക്കൻമൂല എന്ന് പറയണത് അവിടെ കുറുക്കൻ കൂടുതൽ ഉണ്ടായിട്ടാണ്, ഇനി കുറുക്കൻ ഒട്ടും ഇല്ലാഞ്ഞിട്ടാണെന്ന് അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ നിമ്മിയുടെ ഫാദറിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കും ഇതിനെ കുറിച്ച് അറിയാൻ പാടില്ല. അങ്ങനെ ഞങ്ങള് 4 മണിയോടുകൂടി നിമ്മിയുടെ വീട്ടിൽ വന്ന് അവരുടെ അടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവിടെ നിന്നായിരുന്നു ഈവനിങ് ടീ ആൻഡ് സ്നാക്സ് എല്ലാം കഴിച്ച് ഞങ്ങള് ഒരു 6 മണിയായപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ഈ റിസോർട്ട്. ഹോം സ്റ്റേ അറേഞ്ച് ചെയ്തത് നിമ്മിയാണ്. അപ്പൊ ഞങ്ങൾ അവരെ കൂടി കുറെ നേരം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അടുത്ത് തന്നെ ഈ ഹോം സ്റ്റേ എടുത്തത്. പക്ഷെ ഈ ഹോം സ്റ്റേയിൽ വന്നിട്ടുള്ള സംഭവങ്ങള് നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്കാണ്. ഇതിപ്പോ എന്റെ മോൻ താമസിക്കുന്നത് ഇവിടെ പൂൾ ഏരിയയിലാണ്, ഞാനും വൈഫും താമസിക്കുന്നത് പൊക്കത്ത് ട്രീ ഹൗസിലാണ്. അതുകൂടാതെ ഇവിടെ നിറയെ ഫ്രൂട്ട്സ്, മാതള നാരങ്ങ, പിന്നെ കമ്പിളി നാരങ്ങ, മാങ്ങ, പപ്പായ, അത്തിപ്പഴം, അതുകൂടാതെ ബറാബർ. ഈ ബറാബർ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ നാരങ്ങയുടെ അത്രയുള്ള ഒരു ഫ്രൂട്ടാണ്. അതില് നേരെ പുളി നേരെ മധുരമുള്ളതാണ്. അത് ഒരു ബൗളിൽ അവർ നിറയെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ 5-6 മരങ്ങളുണ്ട്, വളരെയധികം പൊക്കില്ല, ഒരു ചെറിയൊരു മാവ് മരത്തിന്റെ അത്രയുള്ളത്. അവർക്ക് ചെടികളോടും മറ്റേ 12 ഏക്കർ സ്ഥലമുണ്ട് ഇവർക്ക്. അപ്പൊ ഒത്തിരി അവര് ഈ കൃഷിയും കാര്യങ്ങളിലും വലിയ താല്പര്യമുള്ള ചേട്ടനും ചേച്ചിയാണ് അവര്. അവരുടെ ഫുഡൊക്കെ നല്ല അടിപൊളിയാണ്. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഈ പാക്കേജിൽ ഫ്രീ ആണ്. ഒരു 2 ആൾക്ക് 3000 രൂപയാണ് ഇവിടത്തെ റെന്റ്. അപ്പൊ ഇവിടെ ഉണ്ടാക്കണ ഫുഡാണ്, അതായത് ഫ്രൂട്ട്സും കാര്യങ്ങളും പച്ചക്കറി എല്ലാമാണ് നമ്മൾക്ക് തന്നത്. അത് കാരണം നമുക്ക് വേറെ രീതിയിലുള്ള കെമിക്കൽ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഹെൽത്തിന് ഭയങ്കര അടിപൊളിയാണ്. ഇത് കൂടുതലും ഫോറിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ചെയ്യണത്. പിന്നെ ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ചൊരു ഉപ്പും പുളിയൊക്കെ ഇത്തിരി കുറവായിരിക്കും, പക്ഷെ എന്നാലും ഭയങ്കര ടേസ്റ്റിയുള്ള ഭക്ഷണമായിരുന്നു. ഞങ്ങള് ശനിയാഴ്ച രാവിലെ 6 മണിക്ക് എണീറ്റ് കുറച്ച് നേരം നടന്ന്, അപ്പൊ ഇവിടെയുള്ള ഈ മിസ്റ്റ് എല്ലാം കണ്ട് അതിനുശേഷം ആ പൂൾ സൈഡിൽ വന്ന് കുറച്ച് വീഡിയോ എല്ലാം എടുത്ത് അതിന് ശേഷം നമ്മള് റെസ്റ്റോറന്റിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഹാമറ്റിലൊക്കെ കിടന്ന്, പിന്നെ അത് കഴിഞ്ഞ് ഒരു 11 മണിയായപ്പോ ഈ പൂളിലൊക്കെ വന്നിട്ട് എല്ലാവരും എൻജോയ് ചെയ്ത്. അപ്പൊ കുറെ നേരം കുളിക്കാൻ പറ്റില്ല, പണ്ടത്തെ പോലെ ആരോഗ്യമൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ നേരത്തെ എനിക്ക്, പിന്നെ കൊച്ചുമോളും മോനും മോളും ഒക്കെ അങ്ങനെ കുറെ നേരം സ്പെൻഡ് ചെയ്ത് പിന്നെ നേരെ ഞങ്ങൾ റൂമിൽ പോയിട്ട് പിന്നെ റെസ്റ്റ് ചെയ്ത് അതിനുശേഷം
ഒരു 1:30 ഞങ്ങള് ലഞ്ച് കഴിച്ച് വീണ്ടും കുറച്ച് ഊഞ്ഞാലിലൊക്കെ കിടന്ന് ആടി. പിന്നെ അവരൊരു ഡോഗ് ഉണ്ടായിരുന്നു, അവരെ കുറെ നേരം കളിപ്പിച്ച്. അതിനുശേഷം വീണ്ടും നമ്മളൊരു കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. പിന്നെ 5 മണിക്കാണ് എണീറ്റ്. അതിനുശേഷം ഞങ്ങള് GP ഇക്കോട്ടിക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയി. അവിടെ നിറയെ ബേഡ്സും കുറെ ഫിഷിനെയൊക്കെ വളർത്തുന്ന ഒരു ഏരിയ. ആ ബേഡ്സ് എല്ലാം നമ്മുടെ കയ്യിൽ കുറച്ച് അതിന്റെ തെനയൊക്കെ തന്നു കഴിയുമ്പോൾ ഈ സാധനം എല്ലാം നമ്മുടെ മേത്തും തലകളൊക്കെ വന്നിരിക്കും. ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്, എല്ലാവർക്കും ഭയങ്കര രസമാണ്. കൊച്ചു മോൾക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത്. പിന്നെ ഇഗ്വാന എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഓന്ത് പോലൊരു സാധനം. അപ്പൊ അതിങ്ങനെ നമ്മുടെ മേത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മേത്തൂടി കയറി തലയിലൊക്കെ വന്നിരിക്കും. അപ്പൊ അത് എല്ലാവരും എൻജോയ് ചെയ്ത് ഭയങ്കര ഒരു മൂഡായിരുന്നു. അപ്പൊ അതിനുശേഷം അവരുടെ തന്നെ കോഫി ഉണ്ടാക്കണ ഒരു സംഭവമുണ്ട്. അവരുടെ തന്നെ തോട്ടത്തിൽ നിന്ന് കോഫി എടുത്തിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് പൊടിച്ച് റെഡിയാക്കിയിട്ട് അവര് സ്പെഷ്യൽ കോഫിയൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. അത് ഒരു ചേട്ടനും അനിയനുമാണ് നടത്തുന്നത്. അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അവിടെ ഞങ്ങളൊരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ഞങ്ങള് 5:30 പോയിട്ട് ഞങ്ങളൊരു 7:30 അവിടെ നിന്ന് ഇറങ്ങിയത്. ഭയങ്കര ഒരു സംഭവമായിരുന്നത്. അവരും നല്ല ആൾക്കാരായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞ് തോൽപ്പെട്ടിയിൽ പോയി കഴിഞ്ഞാല് കുറച്ച് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ നിന്നൊരു 10 കിലോമീറ്റർ ആട്ടേ ഉള്ള പോകുന്നത്. അപ്പൊ ഞങ്ങൾ എന്തായാലും അതൊന്ന് നോക്കാന്നും പറഞ്ഞിട്ട് രാത്രി നേരെ തോൽപ്പെട്ടിക്ക് വിട്ടു. അപ്പൊ കാട്ടിക്കുളം വഴിയൊക്കെയാണ് പോണത്. അപ്പൊ അങ്ങനെ തോൽപ്പെട്ടിക്ക് പോണ സമയത്ത് പ്രത്യേകിച്ച് മൃഗങ്ങളൊന്നും കണ്ടില്ല. അത് ആനയൊക്കെ വരുന്നെന്ന് പറഞ്ഞാൽ ഒരു 10 മണിക്ക് ശേഷമൊക്കെ ആന ഉണ്ടാവുള്ളൂ. ഇതിപ്പോ ആൾക്കാരിങ്ങനെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ടിട്ട് ഒന്നും കണ്ടില്ല. നമ്മൾ ഈ തോൽപ്പെട്ടിയിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ ഞങ്ങളുടെ ഭാഗ്യത്തിന് ലെഫ്റ്റ് സൈഡില് ഞാൻ വിചാരിച്ച് ആനയാണെന്ന് വിചാരിച്ചു. അത്ര വലിയ ഒരു കാട്ടുപോത്ത്, അതിന്റെ മസിലൊക്കെ കാണണം, ഭയങ്കര ഹെവി കാട്ടുപോത്തായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗ്യത്തിന് അതിനെ കാണാൻ പറ്റി. പിന്നെ ഞങ്ങള് തോൽപ്പെട്ടി വരെ പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് പോകുന്ന വഴി റൈറ്റ് സൈഡിൽ കുറെ ആൾക്കാർ ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ആന ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് ഇറങ്ങി നടക്കാനുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആന ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ അത് രാത്രി എന്തായാലും ഈ കാട്ടുപോത്തിനെ കാണാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷം കണ്ടിട്ട് ആ പോക്ക് ഞങ്ങള് മാക്സിമം ഉപയോഗിക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങള് ഒരു 9 മണിയടുത്ത് ഹോട്ടലിൽ വന്ന് അവിടെ ഇതേപോലെ തന്നെ അന്ന് രാത്രി നല്ല ചിക്കൻ ബിരിയാണി, പിന്നെ കുറെ വെജിറ്റബിൾ കറികളും, പിന്നെ എന്നിട്ടാണ് ഫിഷ്, അങ്ങനെ കുറെ ഐറ്റം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കഴിച്ച് ഞങ്ങൾ അന്ന് രാത്രി അവിടെ സന്തോഷമായിട്ട് കഴിച്ചു. ഞങ്ങള് വയനാടിന്ന് ഞായറാഴ്ചയാണ് തിരിച്ച് പോകുന്നത്. അപ്പൊ ഞായറാഴ്ച നമ്മള് രാവിലെ ഒരു 6:30 മണിയായപ്പോ എണീറ്റ്. ഞങ്ങളൊരു 8:30 ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് അവരവിടുന്ന് അന്ന് തേനിറങ്ങി വെച്ചായിരുന്നു. അതായത് കാട്ടിൽ നിന്ന് അവര് ഈ കാട്ടിലെ ആൾക്കാരെ പിടിച്ചെടുക്കുന്ന തേനുണ്ട്. അത് ചെറുതേനാണ്. അത് നമ്മള് ഇവിടുന്ന് കഴിക്കണ തേനല്ല, വേറൊരു ടൈപ്പ് തേനാണ്. അത് ഞങ്ങൾക്ക് അന്ന് കഴിക്കാനായിട്ട് ഈ ഇടിയപ്പം, പുട്ട്, കടല, അങ്ങനെ കുറെ സാധനങ്ങളായിരുന്നു. അപ്പൊ ലാസ്റ്റ് അയാൾ പറഞ്ഞ് ഇടിയപ്പത്തില് കുറച്ച് തേനിട്ട് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ലാസ്റ്റ് ഇടിയപ്പത്തിൽ 2 ടീസ്പൂൺ തേനിട്ട് കഴിച്ചപ്പോൾ അത് വേറൊരു സ്വീറ്റ് കഴിച്ച ഒരു എഫക്റ്റ് ആയിരുന്നു. അപ്പൊ അതെല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. കാരണം നമുക്ക് ഒറിജിനൽ തേൻ നമുക്ക് കിട്ടാനില്ലല്ലോ. അങ്ങനെ ഞങ്ങള് അവരോട് ഒരു 10 മണിയായപ്പോ യാത്ര പറഞ്ഞ് നമ്മള് തിരിച്ച് എറണാകുളത്തേക്ക് പോകുന്നു. അപ്പൊ ഞങ്ങള് വീണ്ടും പെരിന്തൽമണ്ണ വഴിയാണ് പോകുന്നത്. കാരണം അവിടെ റോഡ് കുറച്ച് പണി നടക്കണേണ്. അതുകൂടാതെ നമുക്ക് ചെർപ്പളശ്ശേരിയിൽ ചിന്നുവിന്റെ ഒരു ബന്ധു വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ ഒരാൾ അസുഖമായിട്ട് കിടക്കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്തായാലും ആ വഴി പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് അങ്ങനെ തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുന്ന വഴി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നല്ല സൂര്യകാന്തി പാടം കണ്ടായിരുന്നു. അത് നല്ലൊരു സംഭവമായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത്. കുറെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. നല്ല ഭയങ്കര വലിയ സൂര്യകാന്തി ഇങ്ങനെ വിരിഞ്ഞു നിൽക്കണേ. അപ്പൊ അതൊക്കെ എടുത്ത് ഞങ്ങള് പിന്നെ പയ്യ ചായ കുടിച്ച് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങള് പിന്നെ നോക്കിയിട്ട് കിട്ടണ്ടായിരുന്നില്ല. കാരണം പെരുന്നാളായത് കൊണ്ടിട്ടേ, ഈദിന്റെ പെരുന്നാളായതുകൊണ്ടിട്ട് എല്ലാ ഹോട്ടലും അടച്ചിട്ടേക്കണേ. ഞങ്ങൾ പിന്നെ പോകുന്ന കുറെ കഴിഞ്ഞിട്ട് നമുക്കൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ് കിട്ടിയത്. എന്തെങ്കിലും ആട്ടെന്ന് വിചാരിച്ചിട്ട് വെജിറ്റേറിയൻ ഹോട്ടലിൽ അത് കഴിച്ച്
നമ്മള് മീൽസാണ് കഴിച്ചത്. അത് കഴിച്ചിട്ട് നേരെ നമ്മൾ ചെർപ്പളശ്ശേരിക്ക് പോകുന്നു. ഒരു 4 മണിയോടുകൂടി ചെർപ്പളശ്ശേരിയിൽ വന്ന് അവിടെ നിന്ന് ചായ കുടിച്ച് അവിടെ നിന്ന് കുറേ ചക്കയും കുറേ മാങ്ങയും അതും ഇതൊക്കെ തന്നു വിട്ട് പിന്നെ ഞങ്ങൾ പയ്യ എറണാകുളത്തേക്ക് പോകുന്നു. ഇവിടെ എല്ലാവരും ഒരു 9 മണിയായപ്പോൾ നമ്മൾ തിരിച്ചെത്തി. നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് എന്തായാലും ഒരു ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ പോകുമ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളായിട്ട് ഇടാം. അപ്പോൾ അതുവരെ ഇത് കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഗുഡ് ബൈ.